അറിയാ, ഞാനൊരു മൊബൈൽ കച്ചവടക്കാരനാണ്. എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സിന്റെ പൾസ് നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ കച്ചവടം ചെയ്യാറ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ട്, മുമ്പിൽ വരുന്ന ഒരു കസ്റ്റമേഴ്സിന്റെ പൾസ് അറിഞ്ഞിട്ട് മാത്രമേ കച്ചവടം ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ. യഥാർത്ഥ കച്ചവടക്കാരൻ അതാണെന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നലെ എന്റെ ഷോപ്പിലേക്ക് കടന്നു വന്ന ഒരു ഉപ്പാന്റെ കഥ പറയാൻ ഞാൻ വന്നത് കേട്ടോ. ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ മനുഷ്യന് ഇവിടെ എത്തിയിട്ട് ഒരുപാട് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിയതിന്റെ ശേഷം ആ മനുഷ്യന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ, ആ ഉപ്പാന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ഫോൺ ആ ഉപ്പ നോക്കി വെച്ചിട്ട് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്തിട്ട് മോളോട് ഇങ്ങനെ സംസാരിക്കാണ്. മോളെ, ഈ ഫോണിന് ഇത്രയാണ് വില, ഈ ഫോണിന് കുറച്ച് വില കൂടുതലാണ്, എന്റെ മോക്ക് ഏത് ഫോണാ വേണ്ടിയെന്നുള്ളത് ഭയങ്കര രസത്തിൽ ഉപ്പ ചോദിക്കാം മോളോട്. ഈ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി നേരെ ഫോണിലേക്ക് നോക്കിയപ്പോ ആ ഉപ്പ കോള് ചെയ്യുന്ന ഫോണ് പൊട്ടി പാളിസായിട്ടുണ്ട് ഡിസ്പ്ലേ ഒക്കെ. എന്നിട്ടും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വില കൂടിയ ഫോൺ ഇപ്പൊ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാണ്. ഇതൊന്നല്ല കേട്ടോ എന്നെ അമ്പരപ്പെടുത്തിയത്. ആ മോള് ഓപ്പോസിറ്റ് പറയാണ്, ഉപ്പ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളെങ്കിൽ അറിയാം, ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോണ് മതി, എന്റെ ഉപ്പാനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടണം, ആ ഫോണ് മാത്രം മതി, അയൽപ്പക്കാരെ ഫോൺ എത്രയെന്ന് വെച്ചുകൊണ്ട് വാങ്ങി ഉപയോഗിക്കും, അതുകൊണ്ട് ഉപ്പ ഏറ്റവും വില കുറഞ്ഞൊരു ഫോൺ മാത്രം എനിക്ക് വാങ്ങി തന്നാൽ മതി എന്നുള്ളത്. ഉപ്പനെ മനസ്സിലാക്കാൻ അറിയുന്ന ഒരു മോളും മോളെ മനസ്സിലാക്കാൻ അറിയുന്ന ഒരു ഉപ്പയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതം ഭയങ്കര രസമായിരിക്കും. നമ്മളെ ഉപ്പമാരൊക്കെ ചോര നീരാക്കി ഇവിടെ അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അവരെ നമ്മൾ മുതലെടുക്കരുത്. മറിച്ച് അവരെ പൾസും അവരെ വിഷമങ്ങളും അവരെ സങ്കടങ്ങളും മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ മക്കളും അടിപൊളിയാവട്ടെ, എല്ലാ ഉപ്പമാരും അടിപൊളിയാവട്ടെ.